അല്ല, ഞങ്ങളിപ്പോൾ ആ വിഷയം ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തെരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. അദ്ദേഹത്തിന് മുമ്പിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിലയ്ക്ക് പാർലമെന്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാമല്ലോ. ഇപ്പോൾ പാർലമെന്റ് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ MP-മാരുടെ യോഗം കാലത്ത് ചേരാറുണ്ട്. ഞാൻ അംഗമായിരുന്ന സമയത്തൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഇന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ നയം അദ്ദേഹം സ്വീകരിക്കുക. ഈ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡന്റിറ്റിനെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ രണ്ടിലൊരു മാർഗം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നാണ് ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതെനിക്കറിയില്ല. ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിനല്ലേ അറിയൂ. മോഡി സ്തുതിയും, അതായത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴികെ എല്ലാവരും സ്തുതിക്കാറുണ്ട്. അത്യാവശ്യം പിണറായിനെയും സ്തുതിക്കാറുണ്ട്.